അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയുകയാണ്. നമ്മൾ ഈ കൊടി ഉയർത്തിയ ഈ ഒരു ഇത്തവണ കൊടി സാധാരണ നമ്മൾ ഉയർത്തുന്ന കൊടിമരത്തിലാണ്, പക്ഷേ ഇത്തവണ കൊടി ഉയർത്തിയിരിക്കുന്ന ഒരു വീണയിലാണ്. കാരണം വളരെ നമുക്ക് ആ കൊടിമരം എന്ന് പറയാൻ പറ്റില്ല, ഒരു വീണയുടെ രൂപത്തിലാണ് ആ ഒരു കൊടിമരം ഇത്തവണ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ആശയം കൊണ്ടുവന്ന രണ്ട് പേരാണ് അപ്പൊ നമ്മളോടൊപ്പം ഉള്ളത്. ഇത് വില്യംസ്, ഇതാണ് ഈ സാറാണ്. ഈ സാറിനെ ഞാൻ കണ്ടിട്ടില്ല. ഇത് ഉണ്ടാക്കിയ സാറിന്റെ പേര് വില്യംസ് എന്നാണ്. അപ്പൊ സാറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു ആശയത്തിലേക്ക്? ഇത് ആശയം തന്നത് നമ്മുടെ മുൻ DD ആയ സുരേഷ് ബാബു സാറാണ്. ഈ സാറാണ് തന്നത്. അപ്പം തന്ന ആശയത്തിന് ആവിഷ്കരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ നമ്മുടെ ഷാനവാസ് സാറും നമ്മുടെ മുൻ DD നമ്മുടെ സുരേഷ് ബാബു സാറും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഈ വർഷത്തെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് വേണം എന്നുള്ള ഒരു ആശയം പറയുകയും അതിനെ ആവിഷ്കരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്ത് അതിന്റെ ഫലമാണ് ഇവിടെ ഈ കാണുന്ന ഒരു ചിത്രം. ഇത് സാധാരണ എപ്പോഴും നമ്മൾ കൊടി മരം ഒക്കെയാണ് കാണാറുള്ളത്. ഇത്തവണ കുറച്ച് വ്യത്യസ്തമായിരുന്നു. എങ്ങനെ അങ്ങനെ ഒരു ആശയം കൊടുക്കാൻ തോന്നിയ കാര്യം? അങ്ങനെ ഒരു ആശയം വന്നത് കലോത്സവമാണ്. കലോത്സവം അപ്പം കലയുടെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഒരു വാദ്യോപകരണം അങ്ങനെ പലതും ചിന്തിച്ചു. പുസ്തകമല്ല ഇപ്പോൾ വേണ്ടത്, കലാപകരണങ്ങൾ. ആ ചിന്തയിൽ നിന്നാണ് ഈ വീണ എന്നുള്ള ഇവിടെ എടുത്തത്. രണ്ടാമത് നമ്മുടെ ലോഗോയിൽ തന്നെ വീണയുടെ ഒരു ഇതാണ് പ്രൊജക്ട് ചെയ്തത്. അപ്പോൾ ഇത് രണ്ടും കൂടി മാച്ച് ചെയ്ത് അപ്പോൾ ഏറ്റവും നല്ല ഇതായിരിക്കും നമ്മൾ തീരുമാനിക്കുകയും അതിന് നമ്മുടെ ഡയറക്ടർ അനുമതി തരികയും ചെയ്തു. അത് വളരെ പെട്ടെന്ന് ഒരു 10-12 ദിവസം കൊണ്ടാണ് ഈ ആശയം രൂപീകരിച്ച് നിർമ്മാണം പൂർത്തിയാക്കി ഇന്ന് രാവിലെ ഇത് സാക്ഷാത്കരിച്ചത്. അതിന് വളരെ അഭിമാനം തോന്നുന്നു. ഇത് നമ്മുടെ വിദ്യാഭ്യാസ ജില്ലയിലെ അധ്യാപകരാണ് ചെയ്തത്. നമ്മുടെ അധ്യാപകരെ കൊണ്ട് തന്നെയാണ്, അധ്യാപക കൂട്ടായ്മ, കലാ അധ്യാപക കൂട്ടായ്മയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. അതിന് നേതൃത്വം നൽകിയതാണ് വില്യംസ്. അപ്പം ഈ വില്യം സാറാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ഐഡിയ കൊടുത്ത ആളാണ് ഇവിടെ നിൽക്കുന്നത്. സ്നേഹ, അദ്ദേഹം പറഞ്ഞ ആ ലോഗോ എന്ന് പറയുന്നത് ആ കാണുന്നതാണ് ഈ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോയാണത്. ആ ലോഗോയിലും ഇത്തരത്തിലൊരു വീണ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് കൂടി ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തവണ കൊടിമരം മാറ്റി ഒരു വീണയിൽ നമുക്ക് പതാക ഉയർത്താമെന്നൊരു ആശയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പറയുന്നുണ്ട് നിപ്പിലും നടപ്പിലും ഇരിപ്പിലും എല്ലാം ഇനി കലയാണ്. അപ്പൊ ഈ കൊടിമരത്തിൽ പോലും പതാക ഉയർത്തുന്ന മരത്തിൽ പോലും ഇവിടെ ഒരു കല കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം ഒരു വാദ്യോപകരണം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരത്തെ ലൈവിൽ നമ്മൾ ഈ കലവറയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പാചകപ്പുരയിൽ എന്തൊക്കെയാണ് ഒരുങ്ങുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പാചകപ്പുരയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ പാചകപ്പുരയിൽ ചെന്നപ്പോൾ നമ്മൾ അവിടെ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെയും KSTയുടെ അധ്യാപകർക്കാണ് ഇത്തവണ ഈ ഫുഡ് കമ്മിറ്റിയുടെ ഒരു ചുമതല നൽകിയിരിക്കുന്നത്. അപ്പം അവർ നമ്മൾ ചെന്നപാടെ ഫുൾ വൈബായിട്ട് നമുക്ക് പാട്ടൊക്കെ പാടുത്തന്നിങ്ങനെ മൊത്തത്തിലൊരു ആഘോഷമയമായിരുന്നു. അവിടെ പാട്ടും ഡാൻസും ഭക്ഷണത്തിന്റെ രുചി മാത്രമല്ല, അവിടെയും ഇങ്ങനെ കല നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. ഈ മത്സരിക്കാൻ വരുന്ന ആളുകൾക്ക് മാത്രമല്ല കലയുള്ളതിന് പിന്നിലുള്ള ആളുകൾക്കും മനസ്സ് നിറയെ കല ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന ഓരോ പുതിയ പുതിയ ആശയങ്ങൾ കലയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ച തന്നെയാണ് സ്നേഹ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇനിയിപ്പം 10 മണിക്ക് ഔദ്യോഗികമായി ഉദ്ഘാടനം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരി, സാന്ത്വന സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ആകെ മൊത്തത്തിൽ കല തന്നെയാണ്.